നമസ്കാരം. ചാണക്യ വിഷനിലേക്ക് സ്വാഗതം. മനുഷ്യബന്ധങ്ങൾ എന്നും സങ്കീർണമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിനെ വായിച്ചെടുക്കുക എന്നത് വലിയൊരു കലയാണ്. ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സ്ഥാനമെന്തെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ബാഹ്യമായ വാക്കുകൾക്കും ചിരികൾക്കുമപ്പുറം അവളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത്? മഹാനായ തന്ത്രജ്ഞനും മനഃശാസ്ത്രജ്ഞനും രാഷ്ട്രമീമാംസകനുമായിരുന്ന ചാണക്യൻ മനുഷ്യന്റെ ഓരോ ചലനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനം കേവലം ഭരണതന്ത്രത്തിൽ ഒതുങ്ങിയിരുന്നില്ല, മറിച്ച് മനുഷ്യ സ്വഭാവത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചാണക്യന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യമായി താൽപ്പര്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് കേവലം പ്രണയത്തിന്റെ അടയാളങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ ആന്തരിക വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗരേഖ കൂടിയാണ്. ഓരോ വ്യക്തിയുടെയും യഥാർത്ഥ സ്വഭാവം അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന് ചാണക്യൻ പഠിപ്പിച്ചു. വാക്കുകൾ കള്ളം പറയും, എന്നാൽ ശരീരം ഒരിക്കലും കള്ളം പറയില്ല. ബുദ്ധിപൂർവം നിരീക്ഷിച്ചാൽ ഒരാളുടെ യഥാർത്ഥ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചാണക്യൻ പറഞ്ഞ ആ 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. അവളുടെ നോട്ടങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം അവളുടെ നോട്ടങ്ങളാണ്. ഒരു സ്ത്രീക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവൾ അറിയാതെ തന്നെ അവളുടെ നോട്ടങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റിയേക്കാം, പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും നിങ്ങളെ ഒളിഞ്ഞു നോക്കാൻ ശ്രമിക്കും. ഈ നോട്ടങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കവും ആഴവുമുണ്ടാകും. ഇത് കേവലം ആകസ്മികമായ ഒരു നോട്ടമല്ല, മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളമെന്ന കൃതിയിൽ ശകുന്തള ദുഷ്യന്ത മഹാരാജാവിനെ രഹസ്യമായി നോക്കിയതും പിന്നീട് ആ നോട്ടങ്ങൾ അവർക്കിടയിലെ ബന്ധത്തിന് വഴിയൊരുക്കിയതും ഈ ലക്ഷണത്തിന്റെ ഉദാഹരണമാണ്. കണ്ണുകൾ മനസ്സിന്റെ വാതിലുകളാണ്. നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ കണ്ണുകൾ ഇഷ്ടപ്പെട്ട വ്യക്തിയിലേക്ക് നീങ്ങുന്നു. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: മനസ്സോ ഹൃദയം നയനേഷ്വേവ പ്രകാശതേ, അതായത് മനസ്സിലെ വികാരങ്ങൾ കണ്ണുകളിലൂടെ പ്രകാശിക്കുന്നു. ഒരു സ്ത്രീയുടെ ഹൃദയത്തിലെ വികാരങ്ങളെ അറിയാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. 2. അവളുടെ സാന്നിധ്യം നിങ്ങളെ അസ്വസ്ഥയാക്കുന്നു. രണ്ടാമത്തെ ലക്ഷണം അവളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന അസ്വസ്ഥതയാണ്. നിങ്ങൾ അടുത്തുവരുമ്പോൾ അവൾക്ക് ചെറിയൊരു പരിഭ്രമമുണ്ടാകാം. കൈകൾ തമ്മിൽ തുരുമ്മുകയോ വസ്ത്രം നേരെയാക്കുകയോ മുടി ഒതുക്കുകയോ ചെയ്യാം. അവളുടെ ശബ്ദത്തിൽ പോലും ഒരു ചെറിയ മാറ്റം വന്നേക്കാം. ഈ അസ്വസ്ഥത നിങ്ങളുടെ സാന്നിധ്യം അവളിൽ ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ സൂചനയാണ്. ഇഷ്ടം മനസ്സിന്റെ സമാധാനമില്ലാതാക്കും. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്ന വികാരങ്ങളുടെ പ്രതിഫലനമാണിത്. രാധകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ പരിഭ്രമിച്ചു ഓടിയതും പിന്നീട് ആ നിമിഷങ്ങൾ അവരുടെ സ്നേഹബന്ധം ദൃഢമാക്കിയതും ഈ ലക്ഷണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ അവർ ശാന്തമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം അവളുടെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്തുന്നു. ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ആത്മവികാരാഹ് ശരീരഭാഷയാ വ്യക്തോഭവതി, അതായത് ആന്തരികമായ വികാരങ്ങൾ ശരീരഭാഷയിലൂടെ പ്രകടമാകുന്നു. അവളുടെ ഈ അസ്വസ്ഥത അവൾക്കുള്ളിലെ ആഴത്തിലുള്ള വികാരങ്ങളുടെ സൂചനയാണ്. 3. നിങ്ങളുടെ വാക്കുകൾക്ക് അവൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നു. മൂന്നാമത്തെ ലക്ഷണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവൾ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്നതാണ്. നിങ്ങൾ സാധാരണ സംസാരിക്കുമ്പോഴും അവൾ ചിന്തയോടെ കേൾക്കും. ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കും. നിങ്ങളൊരു തമാശ പറഞ്ഞാൽ അവൾ അത് ആത്മാർത്ഥമായി ആസ്വദിക്കും. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് അവൾ ഓർത്തെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. മഹാഭാരതത്തിൽ ദ്രൗപദി കൃഷ്ണന്റെ വാക്കുകൾക്ക് നൽകിയ ശ്രദ്ധ അവരുടെ സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ്. ഈ ശ്രദ്ധ അവൾക്ക് നിങ്ങളോടുള്ള ആഴത്തിലുള്ള താൽപ്പര്യത്തിന്റെ ഭാഗമാണ്. ചാണക്യന്റെ തത്വങ്ങളിൽ ഇങ്ങനെ പറയുന്നു: വിദ്യാദായേന ശ്രവണം മുഖ്യം, അതായത് വിജ്ഞാനം നേടുന്നതിൽ കേൾവിയാണ് പ്രധാനം. ഒരു സ്ത്രീയുടെ കേൾക്കാനുള്ള കഴിവ് അവൾക്ക് നിങ്ങളോടുള്ള താൽപ്പര്യത്തിന്റെ അടയാളമാണ്. 4. നിങ്ങളെ പ്രശംസിക്കാൻ അവൾ അവസരങ്ങൾ തേടുന്നു. നാലാമത്തെ ലക്ഷണം നിങ്ങളെ പ്രശംസിക്കാൻ അവൾ മനഃപൂർവ്വം അവസരങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ്. നിങ്ങളുടെ വിജയങ്ങളെ അവൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കും. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് തുറന്നു പറയാൻ അവൾ മടിക്കില്ല.
ഈ പ്രശംസ ബാഹ്യമായ ഒരു അഭിനന്ദനത്തിനപ്പുറം ആത്മാർത്ഥമായ ബഹുമാനത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ കഴിവിൽ അവൾക്ക് മതിപ്പുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ പ്രാധാന്യം നൽകും. ഉദാഹരണത്തിന്, പുരാണ കഥാപാത്രമായിരുന്ന ദമയന്തി നളനെ പുകഴ്ത്തി സംസാരിച്ച് അദ്ദേഹത്തോടുള്ള തന്റെ ഇഷ്ടം അറിയിച്ചു. പ്രശംസ വെറും വാക്കുകളല്ല, മറിച്ച് ഒരു വ്യക്തി മറ്റൊരാളിൽ കാണുന്ന മൂല്യത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ശ്രേഷ്ഠ ഗുണാനാം സ്തുതി ശീഘ്രം ഫലതി. അതായത്, ഒരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ പ്രശംസിക്കുന്നത് വേഗത്തിൽ ഫലം നൽകുന്നു. ഈ പ്രശംസ അവളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന വലിയ സ്ഥാനത്തിന്റെ സൂചനയാണ്. 5. അവളുടെ സൗന്ദര്യം നിങ്ങളെ കാണുമ്പോൾ വർദ്ധിക്കുന്നു. 5ാമത്തെ ലക്ഷണം, ഒരു സ്ത്രീയുടെ ആന്തരിക സന്തോഷം അവളുടെ ബാഹ്യരൂപത്തിൽ പ്രതിഫലിക്കുന്നു എന്നതാണ്. നിങ്ങൾ അടുത്തു വരുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വരാം. ഒരു പ്രത്യേക സന്തോഷം അവളുടെ മുഖത്ത് മിന്നിമറയാം. ഇത് മനഃപൂർവ്വമുള്ളതല്ല, മറിച്ച് ഒരു സ്ത്രീക്ക് സന്തോഷവും ഉത്സാഹവും ഉണ്ടാകുമ്പോൾ അവളുടെ ആന്തരിക ഊർജം അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നതാണ്. രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ പരിഭ്രമിച്ചോടിയതും പിന്നീട് ആ നിമിഷങ്ങൾ അവരുടെ സ്നേഹബന്ധം ദൃഢമാക്കിയതും ഈ ലക്ഷണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ അവൾ ശാന്തമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം അവളുടെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്തുന്നു. ചാണക്യൻ ഇപ്രകാരം പറയുന്നു, മനസ്സോ സൗന്ദര്യം സർവാണി സൗന്ദര്യാണി ജയതി. അതായത്, മനസ്സിന്റെ സൗന്ദര്യം എല്ലാ സൗന്ദര്യങ്ങളെയും ജയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു ലക്ഷണമാണ്. 6ാമത്തെ ലക്ഷണം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവൾ അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും കുറിച്ചറിയാനുള്ള അവളുടെ ആകാംക്ഷയാണ്. നിങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അവൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങളുടെ ഹോബികൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് അവൾ രഹസ്യമായി അന്വേഷിച്ചേക്കാം. നിങ്ങൾക്കിഷ്ടപ്പെട്ടതെന്താണെന്നറിഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും എളുപ്പമാകും. ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ ഇഷ്ടങ്ങളും ഭയങ്ങളും മനസ്സിലാക്കി അവനെ ധർമ്മയുദ്ധത്തിനൊരുക്കിയതുപോലെ ഒരു സ്ത്രീ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള അവളുടെ താൽപ്പര്യത്തെ കാണിക്കുന്നു. ചാണക്യൻ തന്റെ രാഷ്ട്രതന്ത്രത്തിൽ ഇപ്രകാരം പറയുന്നു, ശത്രുസൃഷ്ടി മിത്രസ്യ ആചരണം യത്നേന അവഗച്ഛതി. അതായത്, ശത്രുവിനെ അറിയുന്നതുപോലെ ഒരു മിത്രത്തെയും അറിയാൻ ശ്രമിക്കണം. അവൾ നിങ്ങളുടെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. 7ാമത്തെയും അവസാനത്തെയും ലക്ഷണം, നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവളുടെ ശ്രമങ്ങളാണ്. നിങ്ങൾ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ അവൾ കൂടുതലായി വരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലത്ത് യാദൃച്ഛികമായി വന്നതായി നടിക്കും. നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ അവൾ അതിനുവേണ്ടി മനഃപൂർവ്വം അവസരങ്ങൾ സൃഷ്ടിക്കും. ദമയന്തി നളനുമായി കണ്ടുമുട്ടാൻ സ്വയംവരമൊരുക്കിയതുപോലെ അവൾ നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഒരു വ്യക്തി താൽപ്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക. അവൾ നിങ്ങളുടെ സാമീപ്യത്തിന് വില കൽപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. ചാണക്യന്റെ ഒരു പ്രശസ്തമായ സൂക്തം ഓർക്കുക, മിത്ര സംഗമഃ ഹി സർവോത്തമം. അതായത്, മിത്രങ്ങളുമായുള്ള കൂടിച്ചേരലാണ് ഏറ്റവും ഉത്തമം. നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെ ഒരു സുഹൃത്തായി കാണുന്നുവെന്നതിലുപരി വലിയൊരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഈ 7 ലക്ഷണങ്ങളും ഒരു സ്ത്രീക്ക് നിങ്ങളോടുള്ള ആഴത്തിലുള്ള താൽപ്പര്യത്തിന്റെ സൂചനകളാണ്. പക്ഷെ ഓർക്കുക, ഇവയെല്ലാം സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ മാത്രം തിരിച്ചറിയേണ്ടവയാണ്. ഒരു വ്യക്തിയുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗരേഖ മാത്രമാണിത്, അല്ലാതെ ഒരു ആയുധമല്ല. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായ ഒരു ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ അത് പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചാണക്യൻ പഠിപ്പിച്ചതുപോലെ ഒരു ബന്ധം ശക്തമാകുന്നത് അതിന്റെ അടിത്തറ ശക്തമാകുമ്പോൾ മാത്രമാണ്. ചാണക്യന്റെ ഈ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിലും ഒരു വഴികാട്ടിയാകട്ടെ. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.